കുറച്ച് ബോധം വെച്ച് കേരളം. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറായി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉള്ളത് കേരളത്തിലാണ്. കേരളത്തിൽ ഈ മെയ് മാസം 273 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിപ്പോൾ 1415 എന്നായി മാറി. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കൂടി വരികയാണ്. നമ്മുടെ ആരോഗ്യമന്ത്രി അന്ന് പറഞ്ഞത് സ്വയം പ്രതിരോധമാണ് പ്രധാനമെന്നാണ്. അപ്പോൾ നമ്മൾ കരുതിയിരുന്നാൽ നമുക്ക് രോഗം വരില്ല എന്നാണ് അന്ന് മന്ത്രി പറഞ്ഞത്. ഇപ്പോൾ രംഗം മാറി. കോവിഡ് കേസുകൾ 1000 കടന്നു. അപ്പോൾ ഇനി മുതൽ പനിയുമായി ചികിത്സ തേടുന്നവർ കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ലക്ഷണങ്ങളുള്ളവർ ആശുപത്രിയിൽ ആന്റിജൻ ടെസ്റ്റ് നടത്തി ഫലം നെഗറ്റീവ് ആണെങ്കിൽ RT-PCR പരിശോധനയും നടത്തണമെന്ന് നിർദ്ദേശമുണ്ട്. രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർക്ക് മാസ്ക് നിർബന്ധമാണെന്നും കോവിഡ് രോഗികളെ ആശുപത്രികളിൽ പ്രത്യേക വാർഡിൽ പാർപ്പിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. കൂടാതെ ആശുപത്രികളിൽ എല്ലാവരും മാസ്ക് ധരിക്കണം. എല്ലാ സ്വകാര്യ സർക്കാർ ആശുപത്രികളിലും മോക്ക് ഡ്രിൽ നടത്തണമെന്നും രോഗികളെ പരിചരിക്കുന്നവർ 2023 ഇറക്കിയ ABC മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ള നിർദ്ദേശവും സർക്കുലറിലുണ്ട്. രാജ്യത്ത് 4000 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 2700 പേർ രോഗമുക്തരായിട്ടുണ്ട്. കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് മഹാരാഷ്ട്രയിലാണ്, 494. അടുത്തത് ന്യൂഡൽഹിയാണ്, 372. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. കൂടുതൽ കേസുകളുള്ളത് കോട്ടയം, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ആലപ്പുഴ എന്നീ ജില്ലകളിലാണ്. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ JN വകഭേദമായ LF7 ആണ് കേരളത്തിൽ കണ്ടെത്തിയത്. ഈ വകഭേദത്തിന് തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി ഉള്ളതിനാൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. കോവിഡിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല മാർഗം മാസ്ക് ധരിക്കുന്നതാണ്. ഇടയ്ക്ക് കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതും സാനിറ്റൈസർ ഉപയോഗിക്കുന്നതും വൈറസ് ബാധ ഒഴിവാക്കാൻ സഹായിക്കും. കോവിഡ് ബാധിച്ചാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ള വിഭാഗക്കാർ ഏറെ ശ്രദ്ധിക്കണം. പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും മാസ്ക് ധരിക്കണം. എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ അറിയിക്കണം. ആർക്കെങ്കിലും കോവിഡ് കണ്ടെത്തിയാൽ പ്രോട്ടോകോൾ പ്രകാരം ചികിത്സ ഉറപ്പാക്കുമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. വൈകിയാണെങ്കിലും കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് ബോധം വെച്ചു.